മിനിഞ്ഞാന്ന് വരെയും ഞാൻ പതിവ് പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്, ഒരമ്മയാണ് ഞാൻ മിനിഞ്ഞാന്ന് വരെയും. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്കും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും തീരത്തില്ല. രേണുസുതി പുതിയൊരു വീഡിയോ കൂടെ ഇട്ടിട്ടുണ്ട്. ഇതിൽ രേണുസുതി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളിനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞ് നിങ്ങളെ വിളിപ്പിക്കാൻ നോക്കിയാലും അവൻ ആ വീട്ടിൽ അനുഭവിച്ച കാര്യങ്ങളുടെ അത്രയൊന്നും വരത്തില്ല. ഇത്രയും നാൾ ആ ചെറുക്കൻ്റെ ഡ്രഗ് കേസ് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവനെ ഭീഷണിപ്പെടുത്തി വച്ചേക്കുവാണ്. ഇപ്പം അവൻ സ്വയം ഞാൻ ഇന്ന പോലെ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന പോലെ എഡിക്റ്റാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങൾക്ക് അവനെ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനായിട്ട് തന്നെ പബ്ലിക്കിലോട്ട് വന്നിട്ട് ഓപ്പണായിട്ട് പറഞ്ഞു. ഇനി നിങ്ങൾ എന്ത് വെച്ച് ഭീഷണിപ്പെടുത്തും? ഒന്നും വെച്ച് ഭീഷണിപ്പെടുത്താനില്ല, കയ്യിൽ നിന്ന് പോയി. അപ്പോൾ കരഞ്ഞു മെഴുകി ഓരോ എക്സ്പ്ലനേഷനായിട്ട് സ്വയം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ ശ്രമിച്ചിട്ടും ഒരു കാര്യമില്ല. കാരണം അവൻ പറയാൻ തുടങ്ങി. ഇനി നിങ്ങൾ ചെയ്യുന്നതനുസരിച്ച് അവൻ വീണ്ടും വീഡിയോ ആയിട്ട് വരത്തുള്ളൂ. പോസ്റ്റ് കണ്ടത് നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും തകർക്കുന്നൊരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്നൊരു സ്ത്രീ, അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. കാര്യം എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ തെളിച്ച് പച്ച മലയാളത്തിൽ ഓപ്പണായിട്ട് ആളുടെ പേരടക്കം വ്യക്തമാക്കിയിട്ട് പറയുക. അത് പറയാതെ ആ ഒരു സ്ത്രീ, ഈ ഒരു സ്ത്രീ, ഏത് സ്ത്രീ, എവിടത്തെ സ്ത്രീ, നിങ്ങൾക്ക് ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അത് വ്യക്തമാക്കിയിട്ട് പറയുക. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. ഇത് പേര് പറയാതെ ആ സ്ത്രീ മറ്റേ സ്ത്രീ. അതുപോലെ ഒന്നും പറയാനില്ല. എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. ഞാനൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിവിടെ ഭീഷണിപ്പെടുത്തല്ലേ? നിങ്ങളുടെ ഭീഷണിപ്പെടുത്തലൊക്കെ നിങ്ങളുടെ കൈ വെച്ചാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആർക്കും അത് ഒരു രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളുടെ തന്താന്ന് പറയുന്ന അങ്ങേരുണ്ടല്ലോ, തങ്കച്ചൻ, ആ ഒരു പയ്യൻ്റെ അച്ഛൻ മരിച്ച് കിടക്കുമ്പോൾ പോലും വിറ്റ് കാശാക്കാൻ നോക്കിയ ആ മുതൽ കൂടുതലൊന്നും പറയിക്കരുത്, മനസ്സിലായോ? ആര് മരിച്ചാലും ശരി, ആര് ജീവിച്ചാലും ശരി, കുഴപ്പമില്ല, പൈസ കിട്ടിയാൽ മതി അല്ലേ? ആ സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ച് കിടന്ന ആ ചടങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ബില്ല് കൊണ്ട് കൊടുത്തതാ 1 ലക്ഷം കൂട്ടി എഴുതി 1,89,000 രൂപ. ആ വീട്ടുകാരാണ് നിങ്ങളുടെ. അതുവരെ അവൻ ഇപ്പോൾ ഓപ്പണായിട്ട് വിളിച്ച് പറഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ ഇനി എന്തോന്ന് പറയാൻ? ഇത് കാര്യം വേറൊന്നല്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. നിങ്ങൾക്ക് ഇനി ഇവിടെ ഒന്നും പറയാനോ പ്രവർത്തിക്കാനോ പറ്റത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായപ്പോൾ കിടന്നുള്ള പ്രഹസനം, കുറച്ച് കണ്ണീരും കയ്യും അവിടെ ഇവിടെയും തൊടാത്ത കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും രേണുസുതി സിന്ദാബാന്ന് വിളിച്ച് നടക്കുന്ന കുറേ എണ്ണങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് സെൻറ്റിമെൻറ്റ്സ് കിട്ടും. അത്രേ ഉള്ളൂ നിങ്ങളുടെ ലക്ഷ്യം. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ചേട്ടനുള്ളപ്പോഴും ചേട്ടൻ മരിച്ചപ്പോഴും നിങ്ങളെല്ലാം അറിഞ്ഞു വെച്ചിട്ടല്ലേ കല്യാണം കഴിച്ചത്. സുധിക്ക് മക്കളുണ്ട്, മോനുണ്ട്, സുധി ഇങ്ങനെയാണ് എല്ലാം അറിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഇനി നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അറിയാതെ കല്യാണം കഴിച്ച് പെട്ടുപോയതാണെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും സമാധാനിക്കാമായിരുന്നു. അതൊന്നും അല്ല, എല്ലാം അറിഞ്ഞിട്ട് കല്യാണം കഴിച്ചതല്ലേ. പക്ഷെ ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എൻ്റെ കുറ്റം കാണാനും ആണ് നേരം. എനിക്കന്ന് 23 വയസ്സേ ഉള്ളൂ, 24 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ ഒരു 11 വയസ്സുള്ളൊരു കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായിട്ടും ഞാൻ അമ്മയായിട്ട് മാറിയിട്ടാണ് ഞാൻ സ്വീകരിച്ചവരെ. തുടക്കത്തിൽ നിങ്ങൾക്ക് നല്ല സ്നേഹമായിരുന്നു എന്ന് അവൻ തന്നെ വന്ന് പറയുന്നുണ്ട്. തുടക്കത്തിൽ അമ്മയ്ക്ക് നല്ല സ്നേഹമായിരുന്നു, പിന്നെയാണ് ഇവർ മൊത്തത്തിൽ മാറിയത് എന്നുള്ളത് കിച്ചുവിൻ്റെ വീഡിയോ തന്നെ വന്ന് പറയുന്നുണ്ട്. തുടക്കത്തിലുള്ള സ്നേഹം അതും അഭിനയമായിരുന്നോ? നമുക്കൊരാളോട് ആത്മാർത്ഥമായിട്ടൊരു സ്നേഹം വന്നു കഴിഞ്ഞാൽ അതിനിപ്പോൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് നമുക്ക് ആ സ്നേഹം മനസ്സിൽ കിടക്കും. ഈ അഭിനയിച്ചു കൊണ്ട് ഒരാളുടെ ജീവിതത്തിലോട്ട് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പം ഇവൻ അച്ഛൻ്റെ കൂടെ പോകുന്നത് പോലും ഇഷ്ടമല്ലാത്ത രീതിയിൽ നിങ്ങൾ എത്തണമെങ്കിൽ ഇതൊക്കെ അഭിനയമായിട്ടല്ലേ കാണാൻ പറ്റത്തുള്ളൂ.
അതാരും ഓർക്കുന്നില്ല. ഇന്നീ നിമിഷം വരെ എൻ്റെ കൈ കൊണ്ട് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിച്ചവരും ഉണ്ട്, ഇതിനകത്ത് വന്ന ആൾക്കാരിൽ ഉപദ്രവിച്ചവരും ഉണ്ട് ആ കുട്ടിയെ. കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ്റെ വായിൽ തന്നെ. ആ കാര്യങ്ങളും അവൻ പറഞ്ഞിട്ടുണ്ട്. ഈ ആദ്യത്തെ അമ്മയും രണ്ടാമത്തെ അമ്മേനെ കുറിച്ചിട്ടും അവൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻ പറയാതെ രേണുസുധീനെ മാത്രം കുറ്റം പറഞ്ഞല്ല, 3 അമ്മമാരെ കുറിച്ചിട്ടും അവൻ വ്യക്തമായിട്ട് അവിടെ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 വർഷം ഒരു റൂമിൽ മാത്രം ഗെയിമും കളിച്ച് ആ റൂമിൽ മാത്രം കഴിഞ്ഞ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഞാൻ നോക്കിയായിരുന്നു, ഞാൻ സ്നേഹിച്ചായിരുന്നു, ഞാൻ കെയർ ചെയ്തായിരുന്നു. നിങ്ങൾ സത്യത്തിൽ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അവൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ ഇന്ന് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയുമോ? പറയത്തില്ല. ഞാൻ ഇന്ന് വരെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് എന്നെ കുറ്റപ്പെടുത്തി എനിക്കറിയില്ല. പോസ്റ്റ് കണ്ടപ്പോൾ, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയത്, മാനിപ്പുലേറ്റ് ചെയ്യിപ്പിച്ചെന്ന്. കുഞ്ഞുനാളിലെ അവനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബേഴ്സൊക്കെ നടക്കുമായിരുന്നോ? നിങ്ങൾ ഈ പറയുന്ന എന്ത് സെൻസിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കുറേ നേരമായി പറയുന്നു മാനിപ്പുലേഷൻ. എവിടെ? അവൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഈ യൂട്യൂബേഴ്സ് ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് മോനെ ഇങ്ങനെയാണ്, മോനെ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തെന്നാണോ? അവൻ ഒറ്റയ്ക്ക് വന്ന് ഇന്നൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവനെ ഓരോരുത്തർ വിളിക്കാനും സംസാരിക്കാനും കാണാനും തുടങ്ങിയത്. അല്ലാണ്ട് അവൻ ആ വീഡിയോ ഇടുന്നതിന് മുമ്പ് പോയിട്ട് ആൾക്കാരും അവനെ കണ്ട് സംസാരിച്ച് മോനെ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ പറയണം, അങ്ങനെ പറഞ്ഞ് വീഡിയോ ഇടണം എന്നൊന്നും പറയുന്നില്ല. അവൻ അവൻ്റെ വേദനകൾ പുറത്ത് വന്ന് പറഞ്ഞതിന് ശേഷമാണ്. നിങ്ങൾ ഈ പറഞ്ഞ സ്ത്രീ ആണെങ്കിലും, ഈ സ്ത്രീ ഇവർ ഉദ്ദേശിക്കുന്നത് ഷെഫീന ബീബീനെയാണ്. അവരാണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരാണെങ്കിലും വിളിക്കാനും സംസാരിക്കാനും തുടങ്ങിയത് അവൻ്റെ വേദന അറിഞ്ഞുകൊണ്ട്. ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഏത് വാഴകളാണ് ഇതൊക്കെ? ഇത്രയൊക്കെ നടന്നിട്ട് ഇവരെ പിന്നെയും വിളിച്ച് സ്നേഹിക്കാൻ നിൽക്കുന്ന ഏത് വാഴകളാണെന്ന് ആലോചിക്കുന്നത് ഞാൻ. എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പം ഈ പ്രശ്നം നിങ്ങൾ പ്രശ്നത്തിനാണോ എന്നറിയാവുന്നവരുമായിട്ട് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മിനിഞ്ഞാന്ന് വരെയും ഞാൻ പതിവ് പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും, ക്ലാരിറ്റി കിട്ടണമല്ലോ. നിങ്ങൾ അയച്ചു കൊടുക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നിങ്ങളെ വിളിച്ചതും നിങ്ങൾ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്. എന്തിനാ മടിക്കുന്നത്? ക്ലാരിറ്റി കിട്ടുമല്ലോ ആൾക്കാർക്ക്. അപ്പോൾ മിനിഞ്ഞാന്ന് വരെയും പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. ഒന്നും അറിയാത്ത കുഞ്ഞു പാവയാണ് ഗൈസ്, ക്ഷമിച്ചേക്കുക. ടോട്ടലി കൺഫ്യൂസ്ഡ്. ഇപ്പം മനസ്സിലായി, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാനിപ്പുലേറ്റിംഗ് ആണ്. അവരെ സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് പേര് എന്നെ വിളിച്ച് തിരക്കി. ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഇത് എൻ്റെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് ഒരു സന്തോഷമായിരിക്കും ഞാൻ ഈ കരയുന്നവർക്ക്. എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ സൂയിച്ചേട്ടൻ ആൻഡ് ആഫ്റ്റർ സൂയിച്ചേട്ടൻ, അല്ലെങ്കിൽ ആഫ്റ്റർ സൂയിച്ചേട്ടൻ ഡെത്തിന് ശേഷമുള്ള ഒരു ജീവിതവും എൻ്റെ ജീവിതവും അതിന് മുന്നുള്ള ജീവിതവും എനിക്കും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും തീരത്തില്ല. നിങ്ങൾ പറ, ആരെങ്കിലും പറഞ്ഞോ പറയണ്ടെന്നുള്ളത്? നിങ്ങൾ പറ. നിങ്ങളുടെ സ്വഭാവം വെച്ച് നിങ്ങൾ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്നൊക്കെ ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ ആൾക്കാർക്ക്. ഈ കണ്ണുനീര് വരാത്ത കരയാനുള്ള ഒരു കഴിവേ എനിക്ക് കൂടെ പറഞ്ഞുതരാവോ? ഈ കഴിവിൻ്റെ രഹസ്യം എന്താണെന്നുള്ള കാര്യം. അല്ല, ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇരുന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ പിന്നെ കണ്ണീരും വരണ്ട, ഇമോഷണലാവണ്ട, ഫീലും ആവണ്ട, ഒന്നും ആവണ്ട, ഇതുപോലെ എന്ന് പറഞ്ഞ് കാണിച്ചാൽ മതിയല്ലോ. ഈ കണ്ണീര് വരാതുള്ള കരയാനുള്ള ട്രിക്ക് ഒന്ന് പറഞ്ഞു തരണേ. എനിക്ക് ചിരിയാണ് വരുന്നത്, അതുകൊണ്ടാണ്. നിങ്ങളുടെ കള്ളക്കണ്ണീര് കണ്ടിട്ട് എനിക്ക് ചിരിയാണ് വരുന്നത്. എന്തായാലും ലൈഫ് സ്റ്റോറി ആയിട്ട് വാ അമ്മച്ചി. എന്തിനാ ഇത്ര ആരെ കാത്തിരിക്കുന്നത്? എന്തായാലും കിച്ചു എല്ലാം വിളിച്ചു പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങളായിട്ട് എന്തിനാ വെറുതെ നിൽക്കുന്നത്? നിങ്ങൾ വാ, കാണാൻ ഞങ്ങൾ റെഡി, റിയാക്ട് ചെയ്യാൻ ഞങ്ങൾ റെഡി. ശരി എന്നാൽ.